Hi friends, welcome to CMA Hub. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കുറച്ച് മോഡേൺ അപ്രോച്ച് അനുസരിച്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 5 ട്രാൻസാക്ഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ജേർണലൈസ് ചെയ്യാം എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ഒരു 5 ട്രാൻസാക്ഷൻ ആണ്. പർച്ചേസ് ഫ്രം മഹീന്ദ്ര, സോൾ ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾ ഗുഡ്സ് ടു ശ്യാം ഓൺ ക്രെഡിറ്റ്, അങ്ങനെ ഒരു 5 ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മോഡേൺ നമ്മൾ ഇന്നലെ പഠിച്ച ആ ഒരു റൂൾസ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം മഹീന്ദ്ര ഫോർ ₹40,000. ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ആദ്യം ഓക്കെ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം മഹീന്ദ്ര ₹40,000. സോ ഇതിന്റെ മീനിങ് എന്താണ്? ആക്ച്വലി മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനി ഒരു ഫർണിച്ചർ വാങ്ങി. ഓക്കെ, അത് ക്രെഡിറ്റ് ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്, ക്യാഷ് കൊടുത്തിട്ടില്ല. അതെങ്ങനെ മനസ്സിലായത് ക്രെഡിറ്റ് ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നതെന്ന്? കാര്യം ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം മഹീന്ദ്ര ഫോർ ക്യാഷ് എന്ന് തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് പർച്ചേസ്ഡ് ഫ്രം ഒരു കമ്പനിയുടെയോ ഒരു വ്യക്തിയുടെയോ നെയിം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അവിടെ നമ്മൾ ക്യാഷ് നമ്മൾ ഇന്ന് കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ പിന്നീട് നമ്മൾ കൊടുക്കും. സോ ഇതൊരു നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രാൻസാക്ഷൻ ഒരു ലയബിലിറ്റി ആണ്. കാര്യം എന്താ? ഇന്ന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിൽ നമുക്കത് ക്യാഷ് കൊടുക്കണം. സോ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോ ഇവിടെ നമ്മുടെ കമ്പനിക്ക് ഒരു ക്രെഡിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. മീൻസ് നമ്മൾ കമ്പനി ക്യാഷ് കൊടുക്കണം. സോ കമ്പനി ക്യാഷ് കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോ നമ്മുടെ കമ്പനി പുതുതായിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് അതൊരു ബാധ്യതയാണ് ക്രെഡിറ്റർ എന്ന്. കാരണം നമുക്കത് ഫണ്ട് കൊടുക്കണമല്ലോ, അതുകൊണ്ട് നമുക്ക് അതൊരു ബാധ്യതയായിട്ടാണ് നമ്മുടെ കമ്പനി അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ആദ്യം ജേർണലൈസ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷനിൽ നടന്നിരിക്കുന്ന 2 എലമെന്റ്സ്, 2 അക്കൗണ്ട്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഓഫ് കോഴ്സ് നമ്മുടെ കമ്പനിയിലോട്ട് ഒരു ഫർണിച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ നമ്മുടെ കമ്പനിയിലോട്ട് ഒരു ക്രെഡിറ്റർ വന്നിട്ടുണ്ട്. ദാറ്റ് ക്രെഡിറ്റർ നെയിം ഈസ് മഹീന്ദ്ര. അപ്പൊ 2 അക്കൗണ്ട്സ് നമുക്ക് കിട്ടി. ഒന്ന് 2 അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഫർണിച്ചർ, 2 മഹീന്ദ്ര ലിമിറ്റഡ്. ഓക്കെ, സോ 2 അക്കൗണ്ട്സ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഫർണിച്ചറും വന്നിട്ടുണ്ട്, 2 മഹീന്ദ്ര ലിമിറ്റഡും വന്നിട്ടുണ്ട്. ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിക് റിസോഴ്സ് ആണ്. ഫർണിച്ചർ നമുക്ക് ഒരു അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അസറ്റ് ആണ്. ഓക്കെ, ഫർണിച്ചർ ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ കമ്പനിയിലോട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോ നമ്മുടെ കമ്പനിയിൽ അസറ്റ് എന്ത് സംഭവിച്ചു? ഫർണിച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫർണിച്ചർ ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലോട്ട് എക്സ്ട്രാ വന്ന ഒരു ബാധ്യതയാണ് മഹീന്ദ്ര ലിമിറ്റഡ്, അതായത് നമ്മുടെ ക്രെഡിറ്റർ. ഓക്കെ, സോ ഈ മഹീന്ദ്ര ലിമിറ്റഡ് അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 അക്കൗണ്ട്സ് ഏതാന്ന് കിട്ടി? ഒന്ന് ഫർണിച്ചർ, 2 മഹീന്ദ്ര ലിമിറ്റഡ്. ഇവിടെ ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, മീൻസ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മഹീന്ദ്ര ലിമിറ്റഡ് ഈസ് ഓൾസോ ഇൻക്രീസിങ്. ഇനി നമുക്ക് നമ്മുടെ റൂളിലോട്ട് നോക്കാം. അതായത് ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ലയബിലിറ്റി മഹീന്ദ്ര ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി അക്കൗണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അസറ്റ് ഫർണിച്ചർ ഇവിടെ ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ മഹീന്ദ്ര ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ഓൾസോ ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ ജേർണലൈസ് ചെയ്യാൻ പറ്റും? അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. സോ ഇവിടെ അസറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫർണിച്ചർ ആണ്. സോ ഫർണിച്ചർ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. ലയബിലിറ്റി ആയി കിടക്കുന്നത് മഹീന്ദ്ര ഫിനാൻസ് ആണ്. മഹീന്ദ്ര ഫിനാൻസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. കാരണം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടെ ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്.
ഓക്കെ, നമ്മുടെ എൻട്രി അപ്പോ ഫർണിച്ചർ നമ്മൾ ഡെബിറ്റ് ചെയ്തു, അതുപോലെ തന്നെ മഹീന്ദ്ര ലിമിറ്റഡിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു മഹീന്ദ്ര ലിമിറ്റഡ് 40,000. അതിന് നമ്മളൊരു നരേഷനും കൊടുക്കുക, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം മഹീന്ദ്ര. നമുക്ക് നരേഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്താണ് ആ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ എഴുതി പർച്ചേസ് ഫർണിച്ചർ ഫ്രം മഹീന്ദ്ര. അങ്ങനെ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ എൻഡ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ടു കെരിം ₹25,000 ആണ്. ഓക്കെ, സോ അതായത് നമ്മള് 25,000 രൂപയുടെ ഗുഡ്സ് കെരിം എന്ന് പറയുന്ന ഒരാൾക്ക് ക്യാഷിനാണ് വിറ്റിരിക്കുന്നത്. സോ ഇതിന്റെ അർത്ഥം ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഒരു ക്യാഷ് സെയിൽ ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നേരത്തെ പോലെ തന്നെ 2 അക്കൗണ്ട്സ് ഈ ട്രാൻസാക്ഷനിൽ നിന്ന് ഉണ്ടാക്കണം. അതായത് എന്താണ് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ കമ്പനിയിൽ സംഭവിച്ചപ്പോ എന്തൊക്കെ അക്കൗണ്ട്സിനാണ് എഫക്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം സെയിൽസ് നടത്തുമ്പോൾ ക്യാഷ് കൂടിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിലെ ഗുഡ്സ് വിറ്റപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നു. സോ ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് നമുക്കറിയാം അതൊരു അസറ്റ് ആണ്. അതുപോലെ തന്നെ സെയിൽസ് ഈസ് ഓൾസോ ഇൻക്രീസിങ് അല്ലെ, നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ സെയിൽസും കൂടുന്നുണ്ട്. ഓക്കെ, സോ സെയിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റവന്യൂ ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ അക്കൗണ്ട്സിന് 5 ഹെഡിൽ ഉൾപ്പെടുത്തി. അതിലൊരു ഹെഡ് ആണ് റവന്യൂ എന്ന് പറയുന്നത്. സോ സെയിൽസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്. സോ ഇവിടെ സെയിൽസും ആ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അസറ്റ് ആയിട്ടുള്ള ക്യാഷും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ റൂൾ എന്തായിരുന്നു? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഇവിടെ അസറ്റ് ഈസ് ഇൻക്രീസിംഗ് ആണ്. സോ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റവന്യൂ സെയിൽസ് ഈസ് ഓൾസോ ഇൻക്രീസിംഗ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഈ ഒരു റൂൾ അനുസരിച്ച് നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ വരും? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സെയിൽസിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ എൻട്രി വന്നിട്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 25,000 ടു സെയിൽസ് 25,000. മറ്റേ ട്രാൻസാക്ഷൻ പോലെ തന്നെ നമുക്കിവിടെ ഒരു നരേഷനും കൊടുക്കണം. അത് സോൾഡ് ഗുഡ്സ് എന്നോ നമുക്ക് ഇഷ്ടമുള്ളൊരു നരേഷൻ കൊടുക്കാം. കാരണം നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോ എന്താണ് നമ്മുടെ കമ്പനിയിൽ ആ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാനിപ്പോ സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. ഓക്കെ, സോ നമ്മുടെ എൻട്രി വന്നിട്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ, നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലോട്ട് പോകാം. അടുത്ത ട്രാൻസാക്ഷൻ ആണ് സോൾഡ് ഗുഡ്സ് ടു ശ്യാം ഓൺ ക്രെഡിറ്റ് ₹30,000. ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. കാര്യം എന്താ? ശ്യാമിന് ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കമ്പനി ഗുഡ്സ് വിറ്റിരിക്കുന്നത് അല്ലെ. സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷനെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ശ്യാമിന് നമ്മൾ ഗുഡ്സ് വിറ്റു, പക്ഷെ ശ്യാം നമ്മൾക്ക് കാശ് തന്നിട്ടില്ല. ക്യാഷ് നമുക്ക് കിട്ടുന്നത് ചിലപ്പോ ആ ഒരു കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ക്യാഷ് ആ ട്രാൻസാക്ഷൻ നടന്നാണ് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല. സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷനെ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. സോ ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു ഡെറ്റ് വരുന്നുണ്ട്. കാര്യം ശ്യാം നമുക്ക് ക്യാഷ് തരാനുണ്ട്. അങ്ങനെ നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തികളെയാണ് നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്യാം എന്ന് പറയുന്നത് ഒരു സൺട്രി ഡെറ്റർ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പോൾ നമ്മുടെ കമ്പനിയിലോട്ട് വന്നു. അതുപോലെ തന്നെ നമുക്ക് ഗുഡ്സ് വിറ്റപ്പോ ഒരു സെയിൽസ് അക്കൗണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് 2 അക്കൗണ്ട്സ് ആദ്യം കണ്ടുപിടിക്കണം. അതിൽ നമുക്കറിയാം ഒന്ന് സെയിൽസും 2 ശ്യാമുമാണ്. ഓക്കെ, സോ നമ്മുടെ 2 അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് സെയിൽസും രണ്ടാമത്തേത് ശ്യാമുമാണ്. ഓക്കെ, 2 അക്കൗണ്ട്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ 2 അക്കൗണ്ട്സ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ? കമ്പനി സെയിൽസ് ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ സെയിൽസ് അക്കൗണ്ട് ഹിയർ ഇൻക്രീസിങ്. അപ്പൊ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്തു എന്നതിന്റെ അർത്ഥം റവന്യൂ ഇൻക്രീസ് ചെയ്തു എന്നാണ്. ഓക്കെ, ഇവിടെ റവന്യൂ കൂടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗുഡ്സ്
ക്രെഡിറ്റ് ആയിട്ട് വിട്ടതാണെങ്കിലും നമ്മുടെ സെയിൽസ്, കമ്പനി ഗുഡ്സ് വിറ്റിട്ടുണ്ട്, സോ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, മീൻസ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു സൺട്രി ഡെറ്റർ വന്നിട്ടുണ്ട്. സൺട്രി ഡെറ്റർ ശ്യാം. ഓക്കെ, ശ്യാമിന്റെ അക്കൗണ്ട് ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ സൺട്രി ഡെറ്റർ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ആ ശ്യാം എന്ന് പറയുന്ന വ്യക്തി കമ്പനിക്ക് ക്യാഷ് നൽകും. സോ ഈ ശ്യാം അല്ലെങ്കിൽ സൺട്രി ഡെറ്റർ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അസറ്റ് ഹിയർ ഇൻക്രീസിംഗ് ആണ്. അതുപോലെ തന്നെ റവന്യൂ ഓൾസോ ഇൻക്രീസിംഗ്. സോ നമ്മുടെ റൂളിലോട്ട് കയറാം. ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്തു. സോ ഇവിടെ അസറ്റ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. സോ അസറ്റിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റവന്യൂ ഓൾസോ ഇൻക്രീസിങ്. റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ റവന്യൂയെ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ റവന്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ എൻട്രി എങ്ങനെ വരും? അപ്പൊ നമ്മുടെ എൻട്രി വന്നിട്ട് ശ്യാം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കണം. ഓക്കെ, Sham account debtor, Sham account debtor to sales. Okay, Sham account debtor to sales. ഞാൻ ചെറിയ നരേഷൻ കൊടുത്തേക്കാം. നരേഷൻ നമുക്കറിയാം ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടന്നിരിക്കുന്നത്. സോ നമുക്ക് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് എന്നോ അങ്ങനെ എന്തിനാ നമുക്ക് മനസ്സിലാവുന്ന ഒരു നരേഷൻ കൊടുത്തേക്കാം. ഫ്യൂച്ചറിൽ എന്താണ് ഈ ട്രാൻസാക്ഷൻ കൊണ്ട് മീൻ ചെയ്തത് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ സംഭവം മനസ്സിലായെന്ന് കരുതുന്നു. ജേർണൽ എൻട്രി ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ട്രാൻസാക്ഷനിലോട്ട് നമുക്ക് കയറാം. അടുത്ത ട്രാൻസാക്ഷൻ വന്നിട്ട് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 5000 റുപ്പീസ് ആണ്. നമ്മൾ ബാങ്കിൽ നമുക്കൊരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഒരു 5000 രൂപ മന്ത്ലി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ട്രാൻസാക്ഷൻ മീൻ ചെയ്യുന്നത്. നമുക്കിതെങ്ങനെ ജേർണലൈസ് ചെയ്യുമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ട്രാൻസാക്ഷനിൽ അഫക്ട് ചെയ്തിരിക്കുന്ന 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്തൊക്കെയായിരിക്കും? ഇൻട്രസ്റ്റ് ബാങ്കിന് കൊടുത്തപ്പോൾ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിൽ കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്. അത് നമുക്കറിയാം, ഇൻട്രസ്റ്റഡ് ആണ് അതിൽ. നമ്മൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് എഴുതിയാലും മതി. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ആയിരിക്കും അവിടെ ഓപ്പൺ ആവുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യാഷ് ആണ് അല്ലെ, ക്യാഷ് ആയിട്ടല്ലേ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ടും 2 അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രസ്റ്റും ഒന്ന് ക്യാഷും ആണ് 2 അക്കൗണ്ട്സ് ഇവിടെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ജേർണലൈസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ നമുക്ക് 2 അക്കൗണ്ട്സ് കിട്ടി, ഒന്ന് ഇൻട്രസ്റ്റും ഒന്ന് ക്യാഷും. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് എന്താണ്? ആക്ച്വലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തതാണ്. സോ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഈസ് ആൻ എക്സ്പെൻസ് ആണ് ഇവിടെ. ഓക്കെ, കമ്പനി ഇവിടെ ഇൻട്രസ്റ്റ് കൊടുത്തപ്പോൾ കമ്പനിയുടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ എക്സ്പെൻസസ് ആർ ഇൻക്രീസിങ്. നമ്മൾ ബാങ്കിലോട്ട് ഇൻട്രസ്റ്റ് അടച്ചപ്പോൾ കമ്പനിയുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ ചെലവ് കൂടി. സോ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യാം. സോ ഇവിടെ ഇൻട്രസ്റ്റ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കമ്പനി ക്യാഷ് ആയിട്ടാണ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോ കമ്പനിയുടെ ഒരു അസറ്റ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഈസ് ഡിക്രീസിങ്. ഓക്കെ, സോ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം? അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനെ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് ഡിക്രീസ് ചെയ്തപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ എൻട്രി എങ്ങനെ വരും? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻട്രി വരും അല്ലെ. കാര്യം എന്താ? ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തു, സോ അതിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞത് ടു ക്യാഷ് 5000. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5000 എന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ താഴത്തെ നേരത്തെ ചെയ്ത പോലൊക്കെ തന്നെ നമ്മളൊരു നരേഷൻ കൊടുക്കേണ്ടി വരും. ഈ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്തതാണ്. സോ പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, നമുക്ക് അങ്ങനെ എൻട്രി കിട്ടി. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു
ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മുടെ എൻട്രി എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഹിയർ നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വിത്ഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് എന്നാണ്. അതായത് കമ്പനി ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് ഒരു 10,000 rupees വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു കമ്പനി ഓണർ നമ്മുടെ കമ്പനിയുടെ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് ഒരു എമൗണ്ട് വിത്ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ്, നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ഒരു അക്കൗണ്ട് ആണ് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഓണർ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ കമ്പനിയിൽ അഫക്റ്റ് ചെയ്യുന്നത് ത്രൂ ദ ഡ്രോയിങ്സ് അക്കൗണ്ടിലൂടെയാണ് നമ്മളത് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യേണ്ട 2 അക്കൗണ്ട്സിൽ ഒരു അക്കൗണ്ട് ഡ്രോയിങ്സ് ആയിരിക്കും. പേഴ്സണൽ യൂസ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട ഒരു വേർഡാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് വിൽ ബി ഡ്രോയിങ്സ് ആയിരിക്കും. പിന്നെ മറ്റേ അക്കൗണ്ട് നമുക്കറിയാം ക്യാഷ് ആണ് വിത്ഡ്രോ ചെയ്തിരിക്കുന്നത്, സോ മറ്റേ അക്കൗണ്ട് ക്യാഷ് ആയിരിക്കും. സോ 2 അക്കൗണ്ട് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഡ്രോയിങ്സും ഒന്ന് ക്യാഷും ആയിരിക്കും. ഓക്കെ, നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഈ ഡ്രോയിങ്സ് ഇവിടെ വരുമ്പോൾ ഡ്രോയിങ്സ് ഏത് അക്കൗണ്ടിനായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഈ 5 ഹെഡ്സിൽ ഏതെങ്കിലും ഒരു ഹെഡിൽ ഈ ഡ്രോയിങ്സ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന് റൂൾ ചെയ്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അയാളെ ക്യാപിറ്റൽ, നമ്മളുടെ ബിസിനസിന്റെ ഓണർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എന്നാണ്. വിത്ഡ്രോ ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റലിൽ നിന്നാണ് ഈ എമൗണ്ട് കുറയുന്നത്. ഓക്കെ, സോ ഡ്രോയിങ്സ് നമുക്ക് കുറയുന്നത്, ഡ്രോയിങ്സ് അഫക്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷിൽ നിന്നായിരിക്കും ഇയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയുന്നത്. സോ ഓഫ് കോഴ്സ് ഡ്രോയിങ്സ് അഫക്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ആയിരിക്കും. സോ നമുക്ക് റൂൾ എടുക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റൂൾ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്യാഷ് നമുക്കറിയാം, ക്യാഷ് ഈസ് ആൻ അസെറ്റ്. ഓക്കെ, ഇനി നമുക്ക് റൂൾ ചെയ്താലോ. ഇനി എന്താണ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ സംഭവിച്ചിരിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോയിങ്സിന് ശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കറിയാം കുറയും, ഡിക്രീസിംഗ് ആണ് ഡ്രോയിങ്സിന് ശേഷം നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ക്യാഷ് എന്ത് സംഭവിക്കും? ക്യാഷ് ഒരു അസറ്റ് ആണ്. നമ്മുടെ വിത്ഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷിന് എന്താണ് സംഭവിക്കുന്നത്? ക്യാഷ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ക്യാഷ് കുറയുന്നു. സോ ക്യാഷ് ഈസ് ഓൾസോ ഡിക്രീസിങ്, അല്ലെ? സോ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓണർ നമ്മുടെ കമ്പനിയിൽ നിന്ന് ക്യാഷ് എടുത്തപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടും മീൻസ് ക്യാപിറ്റൽ അക്കൗണ്ടും ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് റൂൾ ചെയ്യാലോ. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇൻക്രീസിംഗ് ആണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യാം, ഡിക്രീസിംഗ് ആണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഡ്രോയിങ്സിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അസെറ്റ് ഡിക്രീസിംഗ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ക്യാഷിനെ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ എൻട്രി എങ്ങനെ വരും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാം. ബിക്കോസ് ക്യാപിറ്റൽ ഈസ് ഡിക്രീസിങ് ഹിയർ. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം, അസെറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം. സോ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നരേഷൻ എഴുതണം. നരേഷൻ നമുക്ക് എന്ത് വേണേലും എഴുതാം. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എഴുതാം വിത്ഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ നരേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന 5 ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ ജേർണലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനി കൂടുതൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ജേർണലൈസ് ചെയ്ത് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.